അപ്പം പ്രസാദ് സാർ, ആ അപ്പോൾ നമ്മളെ ഡ്രൈവിങ്ങിനെ പറ്റി നിങ്ങൾക്ക് ഇപ്പോൾ എന്താ പറയാനുള്ളത്? നമ്മളെ പഠിപ്പിച്ച് ഇന്ന് 5ാമത്തെ ദിവസമല്ലേ? ആ ഇന്നിപ്പോൾ എന്തൊക്കെ പറയാനുള്ളത്? ഞാൻ ഇപ്പോൾ നിങ്ങളെ ഒരു ചെറിയൊരു വീഡിയോ എടുക്കുകയാണ്, പ്രൊമോഷൻ വീഡിയോ. നല്ല അഭിപ്രായം, പഠിക്കാൻ പറ്റി, ആ ഒരു കോൺഫിഡൻറ്റ് കിട്ടി, ആ പറയുന്നത് അനുസരിച്ച് അതേപോലെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ കുറേ മുമ്പ് ലൈസൻസ് എടുത്താണോ? എടുത്താണോ? ആണല്ലേ. പിന്നെ ഡ്രൈവിംഗ് സ്കൂൾ കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിരുന്നോ പഠിക്കാനൊക്കെ? ഇല്ല, ഉണ്ടായില്ല. ഇല്ല അല്ലേ. ഇപ്പോൾ ക്ലച്ച് ക്രോസ് ചെയ്താൽ നമുക്ക് സെക്കൻഡിലോട്ട് ഇടണം. ആ എടുത്തോളൂ. ആ ഓക്കെ. അപ്പോൾ നാളെ രാവിലെ ഒറ്റയ്ക്ക് 7 മണി 7:30 ഉള്ളിൽ വണ്ടി ഓടിച്ചിരിക്കണം നിങ്ങൾ കേട്ടോ. ധൈര്യം ഉണ്ടല്ലോ. അതെ അതെ, സംഭവം മനസ്സിലായി, കാര്യങ്ങളൊക്കെ മനസ്സിലായി. ശരി. മറ്റേതൊന്നും ഒരു ഐഡിയ കിട്ടില്ലായിരുന്നു അല്ലേ? അത് ശരി. ആ ആ ആ കിട്ടിയിട്ടുണ്ട്, ചെയ്യണമെന്ന്. അല്ലാണ്ട് വെറുതെ വണ്ടി ഓടിച്ചിട്ട് കാര്യമില്ല. ഇല്ല. പിന്നെ കൈ ഞാൻ പറഞ്ഞ പോലെ സ്റ്റയറിങ് ഫ്ലെക്സിബിലിറ്റി ആയിട്ട് കൈ വർക്ക് ചെയ്യണം. ഒരു ഭാഗത്ത് മാത്രം തന്നെ ഫിക്സ് ചെയ്ത് പിടിക്കരുത്. അപ്പോൾ ടേണൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്തിരിക്കും. ഓക്കെ. ഇത് എനിക്ക് പഠിക്കാനുള്ള ഭാഗ്യം നിങ്ങളെ കൂടെയാണ്. ആണോ? അതൊരു വലിയ ഇതല്ലേ. ഓ വളരെ നിങ്ങളെ പോലത്തെ ഒരാൾ, നിങ്ങളൊക്കെ ഒരു കപ്പൽ ഓടിക്കുന്ന ആളാണ്. എത്ര മീറ്ററുള്ള കപ്പലതിന് പറഞ്ഞിരുന്നത്? 300 മീറ്റർ നീളമുള്ള കപ്പൽ കടലിൽ അത് ഓടിക്കുന്ന ആൾ ഞാൻ വളരെ അതിശയിച്ചൊരു വാക്കുണ്ട്. കരയിൽ എനിക്ക് കാർ ഓടിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞെങ്കിൽ അല്ലേ? കപ്പലിൻ്റെ കാര്യം അറിയില്ല. അപ്പോൾ കുറച്ചും കൂടി സ്പീഡിൽ നമുക്ക് വിടാം, കുഴപ്പമില്ല. ഫ്രീ ആയിട്ടുണ്ട് റോഡ്. അപ്പോൾ നിങ്ങൾ ഡെയിലി ഇതെടുത്ത് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഓക്കെ ശരി. അപ്പോൾ നമ്മളെ നമ്പർ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് കൊടുക്കുക, ആരെങ്കിലും അറിയിക്കുക തീർച്ചയായിട്ടും. ഓക്കെ. കൊയിലാണ്ടിയിൽ ഓൾ കേരള സർവീസല്ല നമ്മൾ ചെയ്യുന്നത്. ഇൻസ്ട്രക്ടർമാർ എവിടെ എത്തും കേട്ടോ. ഓക്കെ ശരി, താങ്ക് യു.